ഒരു യോഗാചാര്യനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ആസ്മ എന്ന് പറയുന്ന രോഗം മാറ്റിയെടുക്കാനായിട്ട് പല പല ചികിത്സകൾ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനൊക്കെ അത്യാവശ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവർക്ക് ഈ സാമ്പത്തിക കൊണ്ടുവന്നില്ല ഏതായാലും ചികിത്സ ചെയ്യാമായിരുന്നു. അങ്ങനെ ഈ വലിയ അലോപ്പതി ചികിത്സകളൊക്കെ ചെയ്ത് ഈ പലതരത്തിലുള്ള മരുന്നുകൾ കഴിച്ചു എനിക്ക് അസുഖം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് പറയുന്നത്? ഹൈദരാബാദിലെ മീൻ വിഴുങ്ങുന്ന ചികിത്സകളുടെ രോഗശാന്തി ഉണ്ടാകുന്ന മനസ്സിലായപ്പോൾ അവിടെയും പോയി ഇതൊന്നും ഒന്നും രോഗശാന്തി ഉണ്ടാവുന്നില്ല. അതിനൊക്കെയാണ് അച്ഛൻ എനിക്കൊരു പുസ്തകം കൊണ്ടുവന്നത്. ഉൽപ്പലാക്ഷി എന്ന് പറയുന്ന ഒരു ചികിത്സയുടെ പുസ്തകമാണ്. അച്ഛൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നു. പുസ്തകങ്ങൾ എപ്പോഴും കയ്യിൽ വയ്ക്കുകയും ഉറങ്ങുന്നത് പുസ്തകം വായിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. ഏറ്റവും തന്നെ പറഞ്ഞു പുസ്തകം വായിക്കുന്നതോടൊപ്പമാണ് അച്ഛൻ പറയാറുണ്ട്. ആ തരത്തിൽ ഏത് വിഷയമാണെങ്കിലും അച്ഛൻ ഒരു പുസ്തകം ഉദാഹരണമായിട്ട് വീണഭൂമിയിൽ എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. കുമാരനാശാന്റെ സ്മരിച്ചുകൊണ്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് വീണഭൂമിയുടെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവം അത് ആ പാട്ട് കേട്ട സമയത്ത് ആ പുസ്തകവും വീണഭൂമി എന്ന് പറഞ്ഞ പുസ്തകം നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള കുമാരനാശാന്റെ പുസ്തകമാണ്. വൈദികനാകട്ടെ ഏഴിന്റെ വൈദിക്ക് മുഴുവൻ തീരുവാന്റെ നേരേയും വിടർന്ന് വിലസിയിട്ട് നിന്നെ നോക്കി ആരാരം പിടിയുള്ളവർ നിന്നിരിക്കാൻ ഗംഭീരമായിട്ടുള്ള വരികളുള്ള പുസ്തകമാണ്. അപ്പൊ ഇത് പറഞ്ഞ പോലെ എനിക്ക് വാങ്ങിച്ചു വന്ന ഈ അസുഖത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധാരണ അമ്മയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജത്തൊക്കെ മറ്റേ തമിഴൊക്കെ പുറത്ത് ഉപ്പൊക്കെ തെളിച്ച് ഈ ചുഴി പിടിച്ച് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒക്കെ ചെയ്ത്. പക്ഷെ ഈ അറിയുന്ന എനിക്ക് വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരം വലിയ മാറ്റം വരുന്നതിന് പുറമേ തന്നെ ഞാൻ ഇത് ശീലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മരുന്നുകൾ നമുക്ക് വർദ്ധിക്കാനുള്ള വലിയൊരു വിളക്കും. ഈ കാലഘട്ടത്തിൽ ഈ പ്രകൃതി ചികിത്സ നമ്മൾ വർദ്ധിക്കുന്നത് ഇവിടെയാണല്ലോ നമ്മുടെ ചികിത്സ നമ്മളിപ്പോ ഞങ്ങൾക്ക് വടക്കരയിലേക്ക് പറയുന്നത് പോലെ നിങ്ങൾ രോഗിയായിട്ട് വരും, ഡോക്ടറായിട്ട് തിരിച്ചു പോകും. ഡോക്ടർ തോന്നിയാൽ നിങ്ങളുടെ ഡോക്ടർ അല്ലാതെ നാട്ടിൽ ചികിത്സിക്കുന്ന നിങ്ങളെ ചികിത്സിക്കാൻ പറ്റുന്ന നമ്മൾ നമ്മുടെ ഡോക്ടറായിട്ട് മാറി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ ഞാൻ ഈ പ്രതിഷ്ഠിക്കുന്ന ക്ലാസുകളിൽ പങ്കെടുക്കണം. ഗാന്ധിമാരെന്നൊരു സ്ഥാപനങ്ങൾ തയ്യാറാണ്. അപ്പൊ പല എന്താണ് സാത്വികമായിട്ടുള്ള ആൾക്കാരൊക്കെ പഠിപ്പിക്കും. വരുന്ന ആധ്യാത്മിക ആചാര്യന്മാരൊന്നും അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ശരി പല സാത്വികന്മാരും ഗാന്ധിമാരും യഥാർത്ഥത്തില് മഹാത്മാഗാന്ധിയാണെന്ന ഒരു ആദ്യത്തെ ഒരു പ്രചാരകനായിട്ട് ഇന്ത്യയിലും ആഫ്രിക്കയിലും ആദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കുകയുള്ളൂ. ആഫ്രിക്കയില് അദ്ദേഹത്തിന് ചികിത്സിക്കാനുള്ള പണമില്ലാത്തത് കഷ്ടപ്പെടുന്ന സമയത്ത് മഹാത്മാഗാന്ധി പറ്റി പഠിക്കുകയും ഈ ചികിത്സിക്കാനായിട്ട് ഈ വിദ്യ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പൊ അത് ഈ ഡോക്ടർമാരും ഭയങ്കര അത്ഭുതമായി. കാരണം ഡോക്ടർമാർ നിങ്ങൾ ഈ ദലിതർക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കഷ്ടപ്പാടായി എന്ന് പറയുന്നു. അപ്പൊ പക്ഷേ എന്തുപരമായിട്ട് പറയട്ടെ ചികിത്സിച്ച് പറ്റുമെങ്കിൽ വീട്ടിലേക്ക് എന്തുപോലെ ഡോക്ടർമാരെ ബന്ധപ്പെട്ടു. പക്ഷേ എല്ലാവരും അത് മറ്റേ ചെയ്യാൻ പറ്റുമൊന്നുമില്ല. കാരണം ഗാന്ധിയെ പോലെ എന്താണ് നമ്മുടെ ഇതൊക്കെ പറയുന്നത് ഓറാപ്പൊക്കെ ആൾക്കാർ ബാധിക്കാത്തതായിരിക്കാം. എന്തായാലും ഇത് നമ്മുടെ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം അദ്ദേഹം തിരിച്ച് ഇന്ത്യയിൽ വന്നതിന് ശേഷം വരാൻ പ്രചരിപ്പിക്കും. അപ്പൊ കാശ്മീരിലൂടെ നിരന്തരം ഈ പ്രചരിപ്പിക്കുന്ന ഒരു ക്യാമ്പുകളും നടത്തണം. അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പിലാണ് ഞാൻ ഈ യോഗായിട്ടുള്ള ഉല്ലാസ് ഭായിയെ പരിചയപ്പെടാനുണ്ട്. ഉല്ലാസ് ഭായിയുടെ ഒരു പ്രത്യേക സമയം അദ്ദേഹം ഓൾറെഡി ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ഒരു തികഞ്ഞ യോഗാചാര്യം കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് എപ്പോഴും സ്ട്രോങ്ങാണ്. എന്തെങ്കിലും അല്പം പ്രായമാണെന്നുള്ളൂ. ഞാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പൊ അതും ഒരു ഭയങ്കര പുസ്തകമായിട്ട് എടുക്കുകയാണ്. ശരി, അപ്പൊ അതിന്റെ കിടന്നുമാണ്. ഇദ്ദേഹം പക്ഷേ ഈ യോഗ മേഖലയിൽ
വലിയ ഉന്നതങ്ങളിലാണ്. കാരണം പലരും ഞാൻ വെച്ച് കഴിഞ്ഞാല് ഈ ലോകം മുഴുവനുള്ള ഫോറിനേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരുണ്ട് യോഗ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഈ അന്ന് ഞാൻ എന്നെ പരിചയപ്പെട്ടപ്പോ ഇങ്ങനെ വർക്കലി ഒരു യോഗ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പഠിപ്പിക്കണം. അപ്പൊ അങ്ങനെ ഒരു പിന്നീട് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് വൈകുന്നേരം വലിയൊരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് നിരന്തരം വിദേശികളിങ്ങനെ വന്ന് പഠിച്ചുകൊണ്ട് പോവുകയും അവരെല്ലാം തന്നെ ഇദ്ദേഹത്തെ ഓരോ വർഷവും അവരുടെ സ്ഥലങ്ങളിലേക്ക് സ്പോൺസർ ചെയ്ത് വരുത്തി അദ്ദേഹം അവരുടെ ക്ലാസ് എടുക്കുകയും ചെയ്തതാണ്. ഇതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രസീവ് യോഗ സെന്റർ എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര്. വർക്കല പാവനാശം ബീച്ചിലെ ക്ലിക്കിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം. ഇവിടെ ഞാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു സുൽത്താന സ്വാമി അവിടെ പറ്റി പരിചയപ്പെട്ടു. നേരത്തെ അറിയാമെങ്കിലും നേരത്തെ പരിചയപ്പെടുന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പൊ അദ്ദേഹം അവിടെ മെഡിറ്റേഷൻ പഠിപ്പിക്കാം. അപ്പൊ സ്വാമിക്ക് എന്തായി ഇവിടെ മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ വന്നത് പോവുകയും ഞാൻ പിന്നെ നമ്മുടെ ഈ മറ്റേ ഡാൻസ് തെറിയുടെയൊക്കെ ഉള്ള പല പലതരത്തിലുള്ള ഈ മൂവ്മെന്റ്സ് ഉള്ള ഓരോ ടെക്നിക്സുകളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന കാലമാണ്. അപ്പൊ അത് ഏകദേശമൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല എന്താണ് ഈ അപ്ലാസ് നേടാനായിട്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഈ മറ്റ് പല മണ്ഡലങ്ങളിൽ 4 വർഷം പിന്നീട് നമ്മുടെ ക്ലാസ്സുകൾ പുറത്തുള്ള ക്ലാസ്സുകളിലേക്ക് വിദേശികളിലേക്കാണ് പല മണ്ഡലങ്ങളും അങ്ങനെ പഠിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇതിനൊരു ആധ്യാത്മിക തത്വമുണ്ട്. അതിന്റെ ഒരു പഠന പദ്ധതി തയ്യാറാക്കുന്ന ഒരു ഡയറക്ടർ കാരണം ഞാൻ അല്പം പിന്മാറിയില്ല. പക്ഷെ അദ്ദേഹം ദൃഢമായിട്ട് ആ മേഖല പ്രവർത്തിക്കുകയും അദ്ദേഹം തികഞ്ഞ ഒരു ശ്രീനാരായണ ഭക്തി കൂടിയാണ്. ശ്രീനാരായണന്റെ മിക്കവാറും ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അദ്ദേഹം കാണാപാഠമാക്കി ചെയ്യുന്ന ഞാനും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ ആദ്യം ഈ പോയത് നമ്മുടെ ഗുരുകുലത്തിലാണ് ചെന്നിട്ടുള്ളത്. ഗുരുകുലത്തിൽ വിദ്യയിലേക്ക് എനിക്ക് കാണുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഗുരുവിനെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതിനുശേഷം എല്ലാം എന്താണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ഊട്ടിയിലേക്ക് താമസിക്കാൻ ഞാൻ പോകാനാണ്. കാരണം എനിക്ക് തണുപ്പ് ഭയങ്കരമായിട്ട് സഹിക്കാൻ കഴിയാവുന്നതുകൊണ്ട് ഊട്ടിയിൽ പോകാറുണ്ടെങ്കിലും ഞാൻ വർക്കല കൺവെൻഷനുകളിലും ഒരു എത്തുവാനത്ത് വന്നിട്ട് പ്രോഗ്രാം എല്ലാം പോകും. അപ്പൊ അവിടെയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് കൂടിയാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. പുലാസ്റ്റിയുടെ സാഹോദര്യങ്ങൾക്ക് പലതരത്തിലുള്ള ഒരു എന്താണ് സ്നേഹം മനുഷ്യനാണ്. അതിന്റെ ഞാൻ അതാണ് യോഗത്തിൽ അദ്ദേഹത്തിന് 2 വാക്ക് പറയും. വ്യവസ്ഥയിൽ അനിൽ അനുബന്ധയാണ് സ്വാമിയുടെ ശക്തിപൂർത്തിയോടനുബന്ധിച്ചുള്ള ഒരു രീതിക്കാനായിട്ട് പറയുന്നത്. ഒരു ആഘോഷമാണ് പറയുന്നത്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം തന്ന സ്വാമികളുള്ള പറയുന്നു. സ്വാമികളുമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചെല്ലാം സ്വാമികൾ തന്നെ ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പൊ എന്റെ ദൗത്യം സ്വാമി തന്നെ നിർവഹിച്ചു. എനിക്കധികം പറയുന്നതായിട്ടില്ല. എന്നാൽ തന്നെ സ്വാമി ഞാൻ തമ്മിൽ വളരെ ശക്തമായി ഉള്ള വിമർശനങ്ങൾ നടത്താറുണ്ട്. നമ്മള് ചിലപ്പോൾ കുറച്ച് നാൾ അവിടെ ഇരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓരോ സാമൂഹികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ അതുപോലുള്ള സംഗതികളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ളതായിരുന്നു നമ്മൾ പരസ്പരം കൂടുതൽ അടുക്കാനും അറിയാനുമുള്ള ഒരു അവസരമായിട്ടുണ്ട്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആത്മസഹോദരരാണെന്നുള്ള ബോധത്തിൽ ഇപ്പോഴാണ് നമ്മൾ പറയുന്നതിൽ തന്നെ നമ്മൾ മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ദിനങ്ങൾ മനസ്സൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര നമ്മള് ഒക്കെ വിചാരിച്ചാൽ ചിലപ്പോ ഉള്ളിൽ ചിലപ്പോ ഒരു വിഷമോ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും. അങ്ങനെയൊക്കെ തോന്നാൻ എങ്കിലും നമ്മൾ തരത്തിലുള്ള ആ ഒരു വിമർശനം തുടരും.
അങ്ങനെ വിമർശിച്ചാണ് അൺക്രിറ്റിസൈസ്ഡ് ലൈഫ് ഇസ് നോട്ട് ഗോയിങ് ടു ലിവ് എന്ന ആ ഒരു ആശയം തന്നെയാണ് നമ്മൾ പരസ്പരം വെച്ചുകൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിൽ വന്ന അനുഭവങ്ങളെല്ലാം ക്ലാസ് എടുക്കുകയും ഞാനൊക്കെ വിദേശ ക്ലാസ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞു. എന്തായാലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല. ഒരിക്കൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ, ഏതൊരാൾ കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ അദ്ദേഹത്തെ കാണും, അദ്ദേഹത്തിന് ഒരു ബന്ധം വളരെ പെട്ടെന്ന് എല്ലാവരുമായിട്ടും സ്ഥാപിക്കുന്ന ഒരു പ്രത്യേക ഒരു സവിശേഷമായ വ്യക്തിയുടെ ഉടമയാണ്. ഏതൊരു അപരിചിതമായ ഒരു സ്ഥലത്ത് ചെന്നാലും അവിടെ പെട്ടെന്ന് അവരുമായി ചേർന്ന് ഒരാളായി മാറുകയും അദ്ദേഹത്തെ പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു സ്വഭാവ സവിശേഷത അദ്ദേഹത്തിൽ എന്നുള്ള പ്രത്യേകതയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം അതിൽ വളരെ കർക്കശക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉന്നതി തീർച്ചയായും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പശ്ചിമ ശകുസ്തകം ദീപേമ ശകുസ്തകം ദീർഘായുഷ്മാൻ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഏറിയ വാക്കുകൾ ഞാൻ കൊണ്ടുവന്നത് അവിടെ സ്വാമി വളരെ വ്യത്യസ്തതയാണ് കൊണ്ടത്. ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് സാമൂഹിക മറ്റ് വശങ്ങളൊക്കെ തോന്നുന്നതെന്ന് എനിക്ക് അറിവില്ല എന്നുള്ളത് അതിനെ സംബന്ധിക്കുകയാണ്. ഇവിടെയുള്ള യാത്രികളെല്ലാവരും അറിയാം. എന്തായാലും ഒരു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തിത്വമാണ്. ഒരു പെരുമാറത്തിന് ശേഷം ഒരു 12 മണിയാണ് തോന്നുന്നു പത്മനാഭ ക്ഷേത്രത്തിന്റെ അവിടെ വന്നിട്ട് എന്നെ കാണണമെന്ന് എന്താണ് വീണ്ടും കണ്ടെത്തിയതാണ്. പക്ഷെ ആ ഒരു തമ്മിൽ കണ്ട് സംസാരിക്കുമ്പോൾ തോന്നും മറ്റ് യാതൊരു സവിശേഷതയും ഒന്നും എനിക്ക് അറിയില്ല. ഞാനത് ഇവിടെ വന്നപ്പോ ഞാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുറച്ച് മറ്റ് സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള അറിവില്ല. കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ നമ്മളാകും. അതേപോലെ ആരോഗ്യം ഈ സുഹൃത്തുക്കൾ ആരോഗ്യം Thank you, Anil. Thank you.